നമുക്കൊരിക്കലും മെൻ്റലി കയറി വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ലോകം എത്തിച്ചിരിക്കുകയാണ്. ഈ സീറ്റിൽ ഇരിക്കാൻ വരെ ഞാനിപ്പോൾ ഭയപ്പെടുന്നതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ എനിക്ക് ആ ധൈര്യം ഇല്ലാത്തതിൻ്റെ പിന്നിൽ ആ ഫിലോസഫിയാണ്. വലിയവനും ചെറിയവനും, ജാതി മതം തകർന്നു. അത് പുറത്തു നിന്ന് നോക്കുന്നവർക്ക് കാണത്തില്ല, അറിയത്തില്ല. ഒരു രാജ്യത്തിന് വേണ്ടി ഇവിടെ ആരും വർക്ക് ചെയ്യുന്നില്ല, അവൻ്റെ കമ്മ്യൂണിറ്റിക്കാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് പ്രശ്നം. മറ്റു രാജ്യങ്ങളിൽ അങ്ങനെയല്ല, അവരുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയായിരിക്കും. ഇവിടെ എപ്പോഴും എന്തായിരിക്കും, അവരവരുടെ മതത്തിന് വേണ്ടി ഒക്കെ ആയിരിക്കും. മനുഷ്യനാൽ പീഡനത്തിന് ഇരയാകുന്നു എന്ന് സ്വയം മനുഷ്യന് വെറുക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യമാണ്. പട്ടിക്ക് ആഹാരം കൊടുത്താലും മനുഷ്യന് കൊടുക്കരുത് എന്നൊക്കെ പറയുന്നതെന്ന് പറയുന്നത് അവൻ്റെ ഏറ്റവും അഴുക്ക മനോഭാവം. സമൂഹം ഇങ്ങനെ പ്രത്യേക ഒരു ആംഗിളിലൂടെ ലോകത്തെ നോക്കി കാണുന്നത് കൊണ്ട് ഞാൻ ജനിച്ചത് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ളൊരു കാര്യം. നേരത്തെ പറഞ്ഞ പോലെ കാഴ്ചപ്പാടിൽ വളരെ മോശപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിക്കകത്തുനിന്ന് ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും ദുരന്തമായിട്ടുള്ള ഒരു വിഷമമെന്ന് എനിക്ക് പറയാൻ പറ്റും. അല്ല, ഈ ആത്മീയതയുടെ പാതയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. പല രീതിയിലാണ് മനുഷ്യരിത് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയമുണ്ട്. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ, അതായത് ഭൗതികം, ആത്മീയത, ഇതൊരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഒരു വശം മാത്രമായിട്ട് ഭൗതികമായിട്ടോ ആത്മീയമായിട്ടോ ഒരിക്കലും, അതായത് ആത്മീയത മാത്രമായിട്ടോ ഭൗതികം മാത്രമായിട്ടോ നിലനിൽക്കില്ല. വേറൊരു ഗ്രഹത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ മനുഷ്യരും ഏലിയൻസ്. ജീവൻ എന്ന് പറയുന്നത് എവിടെയുള്ളൂ? ഭൂമിയിലേ ഉള്ളൂ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതായത് ഒന്ന് തുടങ്ങി അവസാനിക്കുന്നതിനാണ് ജീവൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഭയപ്പെടുന്നതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ എനിക്ക് ആ ധൈര്യം ഇല്ലാത്തതിൻ്റെ പിന്നിൽ ആ ഫിലോസഫിയാണ്. വലിയവനും ചെറിയവനും, ജാതി തകർന്നു. അത് പുറത്തു നിന്ന് നോക്കുന്നവർക്ക് കാണത്തില്ല, അറിയത്തില്ല. വളരെ മോശപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിക്കകത്തുനിന്ന് ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും ദുരന്തമായിട്ടുള്ള ഒരു വിഷമമെന്ന് എനിക്ക് പറയാൻ പറ്റും. ഹായ്, ഹലോ, നമസ്കാരം. എൻ്റെ പേര് വിഷ്ണു രാംദാസ്. ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്, എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു പോഡ്കാസ്റ്റ് ചാനലാണ്. അപ്പോൾ ഞാനൊരു പുതിയതായിട്ടൊരു പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് സംസാരിക്കാനായിട്ട് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ സംസാരിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ച് വെച്ചിരുന്ന ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. ഞാനൊരു 1 year മുന്നേ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ ഇപ്പോഴാണത് നടന്നത്. സ്പിരിച്വൽ അവേക്കനിങ്, മാനിഫെസ്റ്റേഷൻ, ഇൻഡ്യൂഷൻ, ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മളിന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നത്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ട് വരുന്നൊരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ സംസാരിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തു കൂടിയാണ്, സുഭാഷ് സുകുമാരി ഈച്ചർ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ സുഭാഷ് ഏട്ടാ, അപ്പോൾ നോർമൽ പ്രേക്ഷകർക്ക് എന്താണ് സ്പിരിച്വൽ അവേക്കനിങ്, അതായത് എന്താണ് ആത്മീയത അല്ലെങ്കിൽ ആത്മീയം എന്ന് പറഞ്ഞ വാക്കിനെ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം? എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്പിരിച്വൽ അല്ലെങ്കിൽ ആത്മീയതയും സെക്സിനെയും ഞാൻ ഒരേപോലെയാണ് കാണുന്നത്. അതെങ്ങനെയാണ്? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജനിക്കുന്നത്, നമ്മുടെ ജനനം സെക്സിലൂടെയാണ്. അതായത് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും സെക്സിലൂടെയാണ് നമ്മൾ ജനിക്കുന്നത്, മനസ്സിലല്ലേ? പക്ഷേ അതേപോലെ തന്നെയാണ് ആത്മീയതയും. എപ്പോഴും നമ്മൾ സെക്സ് കൊണ്ടു നടന്നാൽ, അല്ലെങ്കിൽ ആ സെക്സ് വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും എപ്പോഴും നമ്മൾ ആ സെക്സ് ഉണ്ടെങ്കിലും എത്ര മോശപ്പെട്ടവരാകും. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെയാണ് ആത്മീയതയും. അത് ലയിച്ച് മനുഷ്യനിൽ തന്നെ എന്ത് ചെയ്യണം, ലയിച്ച് നിൽക്കുന്നതാണ്. സെക്സ് ഇല്ലാതെ നമുക്ക് രൂപം ഉണ്ടാവില്ല. അതേപോലെ ആന്തരികമായിട്ട് തന്നെയാണ്, അകമയുള്ളതാണ്. പൊതുവെ ഒരു ഇവിടെ ചർച്ച വരുന്നത് അറിയാമോ, നമ്മുടെ തലച്ചോറിൻ്റെ തന്നെ രണ്ട് ഭാഗമുണ്ട്, ലെഫ്റ്റും റൈറ്റും. അപ്പോൾ ഇതിൽ ചില വിഭാഗക്കാരെന്ന് പറയുന്നത് ഭൗതികതയെ കൂടുതൽ വിശ്വസിക്കുകയും അതാണ് പ്രാധാന്യം, ആത്മീയത വളരെ മോശപ്പെട്ടതാണെന്ന് പറയുന്നതുകൊണ്ട്, അതായത് ഒരു നോർമൽ ഡെയിലി ലൈഫ്. അതിൽ മനുഷ്യൻ്റെ ചിന്തയും അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ആത്മീയതയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പല രീതിയിലാണ് മനുഷ്യരിത് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയമുണ്ട്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ, അതായത് ഭൗതികം, ആത്മീയത, ഇതൊരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഒരു വശം മാത്രമായിട്ട് ഭൗതികമായിട്ടോ ആത്മീയമായിട്ടോ ഒരിക്കലും, അതായത് ആത്മീയത മാത്രമായിട്ടോ ഭൗതികം മാത്രമായിട്ടോ നിലനിൽക്കില്ല. അല്ല, ഈ ആത്മീയതയുടെ പാതയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്.
ഈ പറയുന്ന പോലെ നോർമൽ ഒരാൾ അത് ഞാൻ പറയട്ടെ, അത് നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും ആ സെക്സ് കൊണ്ട് നടക്കുന്നത് എങ്ങനെ ഇരിക്കും? ആ ആംഗിളിലാണ് നിങ്ങൾ പറയുന്നത്. യഥാർത്ഥ ആത്മീയത അല്ല അത്. ആത്മീയതയല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, സെക്സ് എത്ര പ്രധാനമാണ്, അതില്ലാതെ പറ്റില്ല. അത് നമ്മളെ സൊസൈറ്റി അല്ലെങ്കിൽ എല്ലാ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇത് മോശപ്പെട്ട രീതിയിൽ പോയാലോ, നമ്മുടെ മക്കൾ മോശപ്പെട്ട രീതിയിൽ ഈ സെക്സ് തന്നെ ഒരു സൊസൈറ്റിയുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ അധികമായിട്ടൊരവസ്ഥയിലോട്ട് മാറിയാലോ? അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ആത്മീയതയുടെ പാതയിൽ പോയി കഴിഞ്ഞാൽ ലോകം നശിക്കും. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ കയ്യിലിരിക്കുന്ന ഒരു നാണയത്തിൻ്റെ ഒരു വശം മാത്രം കൊണ്ട് കിടക്കാൻ പറ്റുമോ? കൊണ്ടുവരാൻ പറ്റില്ല. ഇല്ല, അത് ഇരുവശങ്ങളും കൂടി ഉള്ളതാണ്. അതായത് ആത്മീയതയും ഭൗതികം എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ട് അകമേ പോകുന്നതാണ്. ഇല്ലാത്ത ഒന്നിനെക്കുറിച്ച് ചിന്തിച്ചാൽ അത് അന്ധവിശ്വാസം എന്ന് പറയണമെങ്കിൽ റൈറ്റ് സഹോദരന്മാർ ഈ ഫ്ലൈറ്റിനെ കുറിച്ച് അതില്ലാത്ത സമയത്ത് ചിന്തിച്ചതല്ലേ? അത് ശരിയാണ്. അപ്പോൾ ഇല്ലാത്ത ഒന്നിനെക്കുറിച്ച് ചിന്തിച്ചാൽ അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിനെ അതായത് ആത്മീയതയെ നിലവിലൊരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കാണുന്നുണ്ട്. അത് കാണുന്ന എന്താണെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അതായത് ഞാൻ തലച്ചോറിനെ കുറിച്ച് പറയാൻ വന്നല്ലോ. ഈ ഇരുവശങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ റൈറ്റും ലെഫ്റ്റും നോക്കിക്കഴിഞ്ഞാൽ ഭൗതികപരമായി കൂടുതൽ വിശ്വസിക്കുന്നവരുടെ ലെഫ്റ്റ് ബ്രെയിൻ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അതറിയാം. ആത്മീയപരമായി വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ചെന്നാലോ, പ്രണയം, ആത്മീയത, ഇതെല്ലാം റൈറ്റ് ബ്രെയിനാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അവൻ്റെ റൈറ്റ് സൈഡാണ് വർക്ക് ചെയ്യുന്നത്. അവന് ഭാവന ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പ്രണയം ഉണ്ടാവൂ? ചിന്തകൾ എപ്പോഴും നിൽക്കുന്നത് ലെഫ്റ്റ് ബ്രെയിനാണ്. അല്ല ഇതിൽ റൈറ്റാണ്. അപ്പോൾ ഒരു ബേസിക് ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നോർമൽ ഒരു ഡെയിലി ലൈഫിൽ ജീവിച്ചു പോകുന്ന ഒരാളും ആത്മീയത പാതയിൽ ജീവിച്ചു പോകുന്ന ആളും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്തൊക്കെയാണ്? അപ്പോൾ നോർമലും ആത്മീയത, അത് ഭൗതികം ആത്മീയതയാണ്. അതായത് ഭൗതികപരമായിട്ട് ജീവിക്കുന്ന ഒരാൾ, അത് മാത്രമായി ജീവിക്കുന്ന ഒരാളും ആത്മീയത ഉള്ളിലുള്ള ഒരാളും തമ്മിലുള്ള വ്യത്യാസം. ആത്മീയത ഉള്ളിലാണല്ലോ ഉള്ളത്. അല്ല, ഉള്ളിലുണ്ടെന്നുള്ളതല്ല, സൂക്ഷ്മതയിലാണ്. മനസ്സിലല്ലേ? ഇതൊരു ഭൗതികപരമായ ഒരു ഇതാണ്. ഇതിൻ്റെ ഏറ്റവും ഇത് ഈ രൂപത്തിലേക്ക് ആകുന്നതിന് മുമ്പുള്ള ഇത് എത്ര ഘടകങ്ങൾക്ക് കൂടി ചേർന്നായിരിക്കും ഉണ്ടായിട്ടുള്ളത്. അത്രയും സൂക്ഷ്മതയിലേക്ക് കടന്നു ചെല്ലലാണ് ആത്മീയത, അല്ലാതെ മറ്റൊരു സംഭവം ഇല്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്. മനസ്സിലല്ലേ? മനസ്സിലായി. സൂക്ഷ്മതയിലേക്ക് നമ്മൾ പോകുമ്പോൾ, അതായത് ചെറു ഘടകങ്ങളിലേക്ക് പോകുമ്പോൾ അത്രയും സൂക്ഷ്മമായി നോക്കിക്കാണാൻ നമ്മളെ ബ്രെയിനെ അനുവദിക്കലാണ് ആത്മീയത. നിങ്ങളുടെ മനസ്സിലുള്ളൊരു വൃക്ഷത്തെ ഒന്ന് മനസ്സിൽ കണ്ടേ? വൃക്ഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല? ഓക്കെ. അതിൻ്റെ നിറം പച്ച, മണം എല്ലാം നിങ്ങൾ കണ്ടില്ലേ? അതിൻ്റെ വേരുണ്ടോ? വേര് കണ്ടില്ല. അതാണ് ആത്മീയത. മനസ്സിലായി. അതാണ് ആത്മീയത. മനസ്സിലായി. അതിൻ്റെ ഉറവിലേക്ക് പോവാം. അതിൻ്റെ ഏറ്റവും സൂക്ഷ്മതയിലേക്ക് നമ്മളെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ കൊണ്ടുപോകുന്ന നമ്മളെ തലച്ചോറിൻ്റെ തന്നെ ഒരു ഘടകമാണ് ആത്മീയത എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളുടെയും ഒരു സൂക്ഷ്മത എല്ലാത്തിലും, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ലോകം എന്താണെന്നുള്ള ഒരു ഭയങ്കര വലിയൊരു തിരിച്ചറിവ്, അതല്ലേ ആത്മീയത. ലോകം എന്താണെന്നും മനുഷ്യരെന്താണെന്നും ഈ ചരാചരങ്ങൾ എന്താണെന്നും ഈ ലോകത്തിൻ്റെ പ്രവർത്തനങ്ങളും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും ഇതിനെ പറ്റിയിട്ടുള്ളൊരു സൂക്ഷ്മമായിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ആത്മീയത. തിരിച്ചറിവ്. നിങ്ങൾ വെറുതെ കണാവണ പറയരുത്. മനസ്സിലായി. നിങ്ങൾ വെറുതെ കണാവണ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, എന്താ ആ വാക്ക് കേട്ടപ്പോൾ ഫീൽ ചെയ്തേ? ഏതാണ് ഈ വാക്ക്? കണാവണ വളരെ മോശപ്പെട്ടായിട്ട് തോന്നില്ലേ? എവിടെ ആയാലും മോശം. നമ്മൾ സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ അവിടെയാണ് സൂക്ഷ്മതയിലേക്ക് പോകുന്ന ഒരു ഭാഷയ്ക്ക് പോലും, മലയാള ഭാഷ പോലും പ്രതീക്ഷിക്കാതെ മനുഷ്യനെ റോങ് ആയിട്ട് ചിന്തിപ്പിക്കാൻ പറ്റും. നീ കണാ ഗുണ പറയണമെന്ന് പറയും. എവിടെയാ കണം ഗുണം? ഈ രണ്ട് വാക്കിനെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് എവിടെയാണ് വെറുപ്പ് വന്ന്? മനസ്സിലായില്ലേ? വെറുപ്പ് വന്ന്. അപ്പം ഇത് കണമെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഭൗതികവും ആത്മീയവുമായ രണ്ട് വാക്കാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് പരസ്യമായിട്ട് പറയാൻ പലർക്കും ഇഷ്ടപ്പെടില്ല. കണം ഏറ്റവും ചെറുത്. മനസ്സിലല്ലേ? ഇതൊക്കെ നമ്മൾ മഞ്ഞുകണങ്ങൾ, ജലകണികകൾ, ഏറ്റവും ചെറിയ കണങ്ങൾ. ഇപ്പം എന്താണ് ദൈവകണം വരെ ഇപ്പം ശാസ്ത്രം കണ്ടെത്തി. ഓക്കെ അല്ലേ? ആ കണം ഗുണം
അത് സംസാരിച്ച് വന്നപ്പോഴാണ് വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനായിട്ട് തോന്നിയത്. നമ്മൾ ഈ ആത്മീയതയുടെ പാതയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആത്മീയതയുടെ പാതയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രകൃതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയല്ലോ, അത് നടക്കുകയാണ്. അല്ല, നമുക്കിപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നമുക്കിപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടത്, നമുക്കിപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ആഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ ആഗ്രഹം എന്ന് പറയല്ലേ, ആഗ്രഹം കൊണ്ട് നിറയ്ക്കലല്ല സത്യത്തിൽ, ഇമോഷണൽ കൊണ്ട് നിറയ്ക്കണേ. ഇമോഷൻസ് ഒരിക്കലും നമ്മളൊരു 100 കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ചിന്തിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുകയാണ്. ഈ 100 കാര്യം ചിന്തിച്ചാലാണോ ഏറ്റവും കൂടുതൽ ഇമോഷൻസ് ഉള്ളത്, ഈ ഒരു കാര്യം ചിന്തിച്ചാലാണോ എന്നുള്ളതാണ് പ്രധാനം. മനസ്സിലായി. ആ ഒരു കാര്യം ചിന്തിച്ചാൽ അത് നടക്കും. അതായത് റോങ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. 99 പോസിറ്റീവായിട്ടുള്ള കാര്യം ചിന്തിച്ചു, ഒരു കാര്യം നെഗറ്റീവായിട്ടുള്ള കാര്യം ചിന്തിച്ചു. ആ നെഗറ്റീവിലാണ് കൂടുതൽ നമുക്ക് ഫീലിങ്സ്, അത് നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചിന്തിച്ച് കിടക്കും. അതാണ് പ്രത്യേകത. അപ്പം നമ്മുടെ ചിന്ത മൊത്തത്തിൽ ആ ഒരു ചിന്ത മാത്രമായിരിക്കണം, ഫീലിങ്സ് ആയിരിക്കണം. ആ ഒരു ചിന്ത നമ്മുടെ ഫീലിങ്സ് ആയിട്ട് എടുക്കണം. ഫീലിങ്സ് വരണം. ഫീലിങ്സ് വരണം. അപ്പം നമുക്ക് സാധാരണ മനുഷ്യനെന്താണ്, നെഗറ്റീവ് എന്നുള്ളതല്ല, ഈ അതായത് എപ്പോഴും നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫീലിങ്സ് എപ്പോഴും നമ്മൾ ഇനിയിപ്പോൾ ഒരു പ്ലാൻ ചെയ്യണം. ഒരു പ്ലാൻ ചെയ്യുമ്പോഴെന്ന് പറയുന്നത് അടുത്ത 1 വർഷം അല്ലെങ്കിൽ 10 വർഷം അല്ലെങ്കിൽ നെക്സ്റ്റ് നാളെ അല്ലെങ്കിൽ അടുത്ത സമയം, ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും ആവണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. മനസ്സിലായി. ഓക്കെ, അതല്ലേ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ അടുത്ത നെക്സ്റ്റ് സെക്കൻഡ് നമ്മൾ ജീവിതത്തെ അനുഭവിച്ചിട്ടില്ല, അതിനെ അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഫീലിങ്സ് ഉണ്ടാവില്ല. പക്ഷെ പരാജയപ്പെട്ട ഫാസ്റ്റ് ബാക്കിലോട്ടുള്ള, മനസ്സിലല്ലേ, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നമ്മൾ ഇത് ഓരോ കാര്യവും ആലോചിക്കുമ്പോൾ പഴയ അനുഭവം എടുക്കൂലേ, അവിടെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടത്. മനസ്സിലായി. ഞാനിപ്പോൾ ഭയപ്പെടുന്നതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ എനിക്ക് ആ ധൈര്യം ഇല്ലാത്തതിൻ്റെ പിന്നിൽ ആ ഫിലോസഫിയാണ്. വലിയവൻ ചെറിയവൻ, ജാതി തകർന്നു, അത് പുറത്തു നിന്ന് നോക്കുന്നവർക്ക് കാണത്തില്ല, അറിയത്തില്ല. വളരെ മോശപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിക്കകത്തുനിന്ന് ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും ദുരന്തമായിട്ടുള്ള ഒരു വിഷമമെന്ന് എനിക്ക് പറയാൻ പറ്റും.